मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും സെറ്റ് ആണല്ലോ യെസ് റെഡി ആണ് എല്ലാ മക്കളും ആ ഓണ പരീക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഹിന്ദിയുടെ ഭാഗത്ത് നിന്ന് മക്കളൊക്കെ ചോദിക്കാറുണ്ട് സാർ ഏതെല്ലാം പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് വരിക എന്നുള്ള ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് മാഷ് വന്നിട്ടുള്ളത് ശ്രദ്ധിച്ചോളൂ നമ്മുടെ പാഠഭാഗത്തിലെ ഈ ആദ്യത്തെ യൂണിറ്റിൽ ഷാ അക്ബർ കോ കോൻ സിഖായേഗ എന്നുള്ള ഒരു പാഠഭാഗം നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചിരുന്നു അതേപോലെ ഗ്യാൻ മാർഗ് എന്നുള്ള പാഠഭാഗം ഒരു ഏകാംഗി നമ്മൾ പഠിച്ചു മേം ഇദർ ഹും അതേപോലെ രണ്ടാമത്തെ യൂണിറ്റിലെ സുഖ് ദുഃഖ് എന്നുള്ള ഒരു കവിത അതേപോലെ പിതാക്ക പ്രായശ്ചിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംസ്മരണം ഇത്തരം പാഠഭാഗങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക പക്ഷേ ഇതിൽ നിന്നും ചെറിയൊരു മാറ്റമുണ്ട് പഠിക്കേണ്ട പാഠഭാഗം ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം നോക്കിക്കോളൂ മക്കളെ ഷാ അക്ബർ കോ കോൻ സിഖായേഗ എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ ചക്രവർത്തിയെ കോൻ സിഖായേഗ ആര് പഠിപ്പിക്കും ഈ പാഠഭാഗം കൃത്യമായിട്ട് നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന ഒന്നാണ് അതേപോലെ ഇതിൻ്റെ നമുക്ക് ഇൻട്രൊഡക്ഷൻ ഇല്ലാത്തൊരു പാഠഭാഗമാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു പാഠഭാഗമാണ് പോൽ ഖുൽഗയ അല്ലെ രഹസ്യം വെളിവായി എന്നുള്ള ഒരു പാഠം രഹസ്യം വെളിവായി അല്ലെ രഹസ്യം വെളിവായി എന്നുള്ള ഒരു ചെറിയൊരു കഥ പോലെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ പാഠത്തിന് ശേഷമുണ്ട് അപ്പോൾ അതിൽ നിന്നും വരും അതേപോലെ ജ്ഞാനമാർഗം അല്ലേ യെസ് ഇതൊരു ഏകാംഗിയാണ് അതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ യൂണിറ്റിൽ നിന്നും ചോദ്യം വരാം അപ്പോൾ 3 പാഠഭാഗങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ചോദ്യം പ്രതീക്ഷിക്കാം അതേപോലെ ഇനി നമുക്ക് വരുന്നത് സുഖ് ദുഃഖ് അല്ലേ സുഖ് ദുഃഖ് ആ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ മീനിങ് വരുന്നത് അല്ലേ സുഖ ദുഃഖം അല്ലേ യെസ് നല്ല അടിപൊളിയായിട്ട് എല്ലാ മക്കളും ഈ പാഠഭാഗങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും അതേപോലെ പിന്നെ വരുന്നതാണ് പിതാക്ക പ്രായശ്ചിത്ത് അല്ലേ പിതാവിൻ്റെ പ്രായശ്ചിത്തം അല്ലേ പിതാക്ക പ്രായശ്ചിത്ത് അല്ലേ പിതാവിൻ്റെ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്തുണ്ട് നമുക്ക് പഠിക്കാൻ യെസ് ഒരു സംസ്മരണം എന്താണിത് ഓർമ്മക്കുറിപ്പ് അല്ലേ സംസ്മരണം നമുക്ക് പറയാം ഓർമ്മക്കുറിപ്പ് സെറ്റാണോ അപ്പോൾ 5 പാഠഭാഗങ്ങൾ കൃത്യമായിട്ടും നമ്മുടെ ഈ വരുന്ന ഓണപരീക്ഷയിൽ നിങ്ങളോട് എന്ത് ചെയ്യും ചോദിക്കും സെറ്റാണ് അപ്പോൾ പാഠഭാഗങ്ങൾ ഏതെല്ലാം പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് എൻ്റെ മക്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മാഷ് വിശ്വസിക്കുന്നു റെഡിയല്ലേ മക്കളെ യെസ് അപ്പോൾ ഈ വരുന്ന ഓണപരീക്ഷയിൽ ഇനി ഈ പാഠഭാഗത്തിൽ നിന്നും എന്തെല്ലാം വരുന്നു എന്നുള്ളതൊക്കെ ആയിട്ട് മാഷ് അടുത്ത വീഡിയോയിൽ വീണ്ടും വരും അപ്പോൾ എല്ലാ മക്കളും നല്ല സെറ്റായിട്ട് പാഠഭാഗങ്ങളൊക്കെ മനസ്സിലായി ഇനി എന്തെല്ലാം അതിൽ വരും എന്നുള്ളതൊക്കെ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് മാഷ് വീണ്ടും വരും അപ്പോൾ എല്ലാ മക്കൾക്കും നന്ദി സബ്കാ ബഹുത് ബഹുത് ശുക്രിയ ബൈ